നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷന്റെ രണ്ടാം രാത്രി നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ സാധിച്ച ദൈവത്തിന്റെ വലിയ കൃപ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിപ്പോൾ പ്രാർത്ഥനാ സമയത്ത് കേട്ടതുപോലെ ഓർത്തതുപോലെ അച്ഛനിപ്പോൾ ഓർമ്മിപ്പിച്ചതുപോലെ വചനം കേൾക്കുക, വചനത്തെ ഉള്ളിൽ സംഗ്രഹിക്കുക, അതിനപ്പുറമായി ഒരു പടി കൂടി നാം കടക്കേണ്ടതായിട്ടുണ്ട്. ഈ വചനത്തെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായി മാറ്റുക, ട്രാൻസ്ലേറ്റിംഗ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻടു റിയാലിറ്റി. ജീവിത യാഥാർത്ഥ്യമായി കേൾക്കുന്ന, ഗ്രഹിക്കുന്ന വചനങ്ങളെ മാറ്റുക. അത് ചെയ്യാൻ ബോധപൂർവമായ ഒരു ശ്രമം നമ്മളിൽ നിന്നുണ്ടാകുമ്പോൾ മാത്രമേ കേൾക്കുന്ന വചനത്തോട് നമ്മൾ നീതി പുലർത്തുന്നു. Honestly, only with that commitment to translate the word of God into reality, that we do justice to the word we listen to. അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് കേൾക്കാനും ഗ്രഹിക്കാനും നമുക്ക് സാധിക്കണം. അതിനുപരി കേൾക്കുന്ന വചനങ്ങളെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ദൈവം സഹായിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. ഈ രാത്രിയിൽ നിങ്ങളോട് ഒരുമിച്ച് ചേർന്ന് വരാൻ സാധിച്ചവരുടെ എൻ്റെ സന്തോഷവും ആദ്യം അറിയിക്കട്ടെ. നമുക്ക് ഒരുപക്ഷെ എല്ലാവർക്കും പരിചയമുള്ള ഒരു പാട്ടിൻ്റെ ഒരു ചരണം, എൻ്റെ ഒരു പല്ലവി നമ്മൾ ഒരുമിച്ചൊന്ന് പാടി പ്രാർത്ഥിച്ച് ഇന്നത്തെ വചനധ്യാനത്തിൽ പ്രവേശിക്കുക. പരിശുദ്ധൻ മഹോന്നതൻ ദേവൻ. എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണല്ലോ, വളരെ പ്രശസ്തമായ ഗാനമാണ്. എല്ലാവർക്കും ചേർന്ന് പാടാൻ ഗായക സംഘം കൂടെ ചേർന്ന് നേതൃത്വം കൊടുക്കണം. Should be
ഞങ്ങൾ അനുഭവിക്കുവാനായിട്ട് ഇടയാവുന്നു. സ്പർശിക്കണമേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിനെ പോലെ ആകണം. To be like Jesus. എന്തിനു വേണ്ടിയാണ് ഇതിനെ കുറിച്ച് പറഞ്ഞാണ് ആരംഭിച്ചത്. യേശു ക്രിസ്തുവിനെ പോലെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ലോകത്തിൽ ഒരു അതിമാനുഷ്യനാകാൻ വേണ്ടി not to become a superhuman being, no. അല്ല. Not to be a miracle worker, no. യേശുക്രിസ്തുവിനെ പോലെ വലിയ പ്രഭാഷകൻ നിർവഹിക്കുന്ന പ്രഭാഷകനായി തീരാൻ വേണ്ടിയാണ്, അല്ല. മനുഷ്യനായി തീരാൻ, നല്ല മനുഷ്യനായി തീരാൻ. മനുഷ്യനാവുന്നത് എങ്ങനെയെന്ന് ഞാൻ അറിയുന്നത് ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ. I learned what it means to be a genuine, authentic human being by looking at Jesus. Martin Luther King, way back in the early 60s, said, I have a dream. I have a dream. God has a dream. We have dreams. നമുക്കൊരു സ്വപ്നമാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള സ്വപ്നങ്ങളുണ്ട്. സ്വപ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത്, സംശയിക്കുക. But have you ever pondered over the fact, the truth, that God has a dream about us? നമുക്ക് നമ്മെക്കുറിച്ച് സ്വപ്നങ്ങൾ ഉള്ളതുപോലെ ദൈവത്തിന് നമ്മെക്കുറിച്ച് സ്വപ്നമുണ്ടെന്നുള്ളത് നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്? Do you believe that God has a dream about us? നമ്മൾക്ക് ദൈവത്തിന് സ്വപ്നമാണ്, നിശ്ചയമായിട്ട് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് എന്നെക്കുറിച്ച് സ്വപ്നമുള്ളതുപോലെ, എനിക്ക് ലോകത്തെക്കുറിച്ച് സ്വപ്നമുള്ളതുപോലെ ദൈവത്തിന് ലോകത്തെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട്, ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. ഞാൻ ദൈവത്തോട് ചോദിക്കാമെന്ന് എനിക്കട്ടെ, ദൈവമേ എന്നെക്കുറിച്ചുള്ള നിന്റെ സ്വപ്നമാണ്. God, what is your dream about me? ദൈവത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. ജോളി, നീ ഒരു നല്ല മനുഷ്യനാണ്. ഈ നല്ല മനുഷ്യൻ എന്നുള്ള പ്രയോഗത്തോട് തന്നെ എനിക്ക് അത്ര യോജിപ്പില്ല. മനുഷ്യനാണ്. ഒന്നീ നിനക്ക് മനുഷ്യനായിരിക്കാം, അല്ലെങ്കിൽ മനുഷ്യനല്ലാതാണ്. നല്ല മനുഷ്യൻ, ചീത്ത മനുഷ്യൻ എന്നുള്ളത് നമ്മൾ സൗകര്യത്തിന് ക്രിയേറ്റ് ചെയ്തതായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആണെന്നാണ്. മനുഷ്യനാവുക. ദൈവം എന്നെക്കുറിച്ചുള്ള നിന്റെ വലിയ സ്വപ്നമാണ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിന് ഒറ്റ ഉത്തരവുള്ളൂ, നീ ഒരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിക്കുക, ഞാനിത് എങ്ങനെയാണ് അറിയുന്നത് മനുഷ്യനാവുന്നതിനാണ്? ദൈവത്തിന് മറുപടിയുണ്ട്. Look at Jesus. യേശുവിനെ നോക്കുക. അതുകൊണ്ടാണ് യേശുവിനെ പോലെ ആകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമ്മൾ ശ്രമിക്കേണ്ടത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെക്കുറിച്ച് തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. BC AD എന്ന കാലത്തെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിവൈഡ് ടൈം ടു BC AD. എന്റെ ജീവിതത്തിലും അങ്ങനെ ഒരു കാലം. ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുൻപുള്ള കാലം, ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തിയതിന് ശേഷമുള്ള കാലം. ബിഫോർ ക്രൈസ്റ്റ് ആൻഡ് ആഫ്റ്റർ ക്രൈസ്റ്റ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു കാലം അല്ലെങ്കിൽ ഉണ്ടാവണം എന്ന്. The pivotal point, the decisive moment of our life. ക്രിസ്തുവിനെ കണ്ടെത്തിയ ആ നിമിഷം, the encounter with Christ, അത് സൃഷ്ടിക്കുന്നതായിട്ടുള്ള ഒരു വേർതിരിവ്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ ഒരാൾ പിന്നീട് പഴയ വഴിയിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല.
No one who encountered Jesus could never be the same again. No one who encountered Jesus Christ could never be the same again. പിന്നീട് ഒരിക്കലും പഴയ മനുഷ്യനായിരിക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ വായിച്ചു വരുന്ന ഭാഗം യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം ആയിരുന്നു. നമ്മൾ ഇന്നലെ വായിച്ചത് 10:10. ക്രിസ്തു പറഞ്ഞു, ഞാൻ ജീവൻ ഉണ്ടാവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാവാനും, that you may have life and life in abundance. Life in abundance. അപ്പോൾ ക്രിസ്തുവിനെ ഞാൻ കണ്ടുമുട്ടിയതായിട്ടുള്ള അനുഭവത്തിന്റെ നിമിഷത്തിൽ നിന്നും ഞാൻ സാധാരണ ജീവിതത്തിൽ നിന്നും സമൃദ്ധമായ ജീവിതത്തിലേക്ക് എന്റെ യാത്രയായി. Moving from the ordinary life to the abundant life. And starting my journey in the path of abundant life. സമൃദ്ധ ജീവന്റെ പാതയിലേക്ക് ഞാൻ പ്രവേശിച്ച ജീവിതയാത്രയാണ്. ഇന്ന് നമ്മൾ വായിച്ചതായിട്ടുള്ള വേദം ഏതായിരുന്നു അത്? 2 Corinthians 5-ാം അധ്യായം 11 മുതൽ 2 Corinthians chapter 5 verse 11 through 17. അത് 17-ാമത്തെ വാക്യം എന്തായിരുന്നു അത്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. One who is in Christ is a new creation. ഒരുവൻ ക്രിസ്തുവിലായാൽ, അതാണ് നമ്മൾ പറഞ്ഞത്, before Christ, after Christ. The pivotal point, the decisive moment of our encounter with Christ. ഒരുവൻ ക്രിസ്തുവിലായ അവൻ പിന്നീട് പഴയ സൃഷ്ടികൾ പുതിയ സൃഷ്ടികൾ. എന്താണ് പുതിയ സൃഷ്ടി? ഞാൻ പറഞ്ഞല്ലോ, സമൃദ്ധ ജീവന്റെ പാതയിലേക്ക് പ്രവേശിക്കുന്ന യാത്രയായിരിക്കുക. Leaving the path of dry, truncated life of the past. ഉണങ്ങി വരേണ്ടതായിട്ടുള്ള ഭൂതകാല ജീവിതത്തിന്റെ പാതകളെ, വരണ്ട ജീവിതത്തിന്റെ പാതകളെ വിട്ടിട്ട് സമൃദ്ധ ജീവന്റെ പാതകളിലേക്ക് പ്രവേശിക്കുക. Leaving the dry, truncated paths of life, entering the paths of repentance. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അതിൽ പൗലോസ് ഉപയോഗിക്കുന്ന വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ, being in Christ. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്ക് അറിയാൻ പാടില്ല. To be in Christ, ക്രിസ്തുവിൽ ആവുക. ഇന്ന് പറഞ്ഞ ഉള്ളിൽ ആവുക, അതാണ് ഇൻ ആവുക. ക്രിസ്തുവിനുള്ളിലാണ്. നമുക്ക് കടലിനെ 3 വിധത്തിൽ അറിയാം. 3 വിധത്തിലുള്ള കടലിനെ അറിയാം. 3 different ways of experiencing an ocean. ഒന്ന്, ദൂരെ നിന്ന് നമുക്ക് കടൽ കാണാം. നമ്മുടെ കടൽ തീരത്ത് ചെല്ലുക, ഇങ്ങനെ കുറെ ദൂരെ നിൽക്കുക, ദൂരെ നിന്ന് കടൽ കാണുക. തിരമാല വരുന്നു, തിരമാല പോകുന്നു, അവിടെ ആളുകൾ നടക്കുന്നു തീരത്തൂടെ. ഇതെല്ലാം കണ്ടിട്ട് നമുക്ക് മടങ്ങാം. There's one way of experiencing ocean. ദൂരെ നിന്ന് കണ്ട് കടലിനെ അറിയുക. 2, ഈ കടലിന്റെ തീരത്ത് നിന്ന് നിൽക്കുക. നമ്മൾ ഭൂരിപക്ഷം ആളുകളും അങ്ങനെയായിരിക്കും. കടലിൽ തീരത്ത് നിൽക്കുക, കാലിങ്ങനെ നിൽക്കുക, ആ പതുക്കെ കയറി വരുന്നതായിട്ടുള്ള ഓളം നമ്മുടെ കാലിനെ നനച്ച് പോകും. And we feel good. കയറി വരുന്നതായിട്ടുള്ള കൊച്ചു തിരകൾ, കൊച്ചു ഓളങ്ങൾ നമ്മുടെ കാലിനെ നനച്ച് മടങ്ങുമ്പോൾ അത് തരുന്നതായിട്ടൊരു സന്തോഷം, ഒരു സുഖം. കുറച്ചു നേരം കടൽ തീരത്ത് നിന്ന് കാലൊക്കെ നനച്ചിട്ട് നമ്മൾ തിരിച്ചു വരും. There's another way of experiencing the ocean. ദൂരെ നിന്ന് കാഴ്ചയിലൂടെ ഉണ്ടാവുന്ന കടലനുഭവം, തീരത്ത് നിന്ന് കാല് നനച്ചുണ്ടാവുന്നതായിട്ടുള്ള മറ്റൊരു കടലനുഭവം. യഥാർത്ഥമായ കടൽ അനുഭവം, എക്സ്പീരിയൻസ് ഇൻ ഓഷ്യൻ എന്നാ സംഭവിക്കുന്നത് കടലിനുള്ളിലേക്ക് പോകുമ്പോൾ നമുക്കത് സാധിച്ചിട്ടുണ്ട്.
ആ വിധത്തിൽ നമ്മളാരും കടലിനെ അറിഞ്ഞിട്ടില്ല. കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് കടൽ എന്താണ് എന്ന് ഒരു അറിയുന്നത്. ഒരു അമ്മ ഞണ്ടിന്റെയും ഒരു കുഞ്ഞു ഞണ്ടിന്റെയും കഥയുണ്ട്. ഈ കുഞ്ഞു ഞണ്ട് ഇങ്ങനെ തീരത്തോടൊക്കെ അങ്ങനെ ചെയ്യും. ഈ കടൽ എന്താണെന്ന് ഈ കുഞ്ഞിനെ ഞണ്ട് അറിയാൻ. അമ്മ കടലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ കൊച്ചു ഞണ്ട് പറയും, ഓ എന്തോ കടലാണ്, പിന്നെ കടൽ. കാരണം ഈ കുഞ്ഞു ഞണ്ട് കടലറിഞ്ഞിട്ടില്ല. ഒരിക്കൽ അമ്മ ഞണ്ട് ഈ കുഞ്ഞു ഞണ്ടിനെ തട്ടി 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 കടലിൽ വെള്ളത്തിൽ നിന്നും കരയിലേക്ക് ഇട്ടു. അന്ന് കുഞ്ഞു ഞണ്ട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു കടൽ എന്താണ്. കടൽ വെള്ളത്തിൽ നിന്നും പുറത്തു വന്നു കഴിഞ്ഞപ്പോഴാണ് കടൽ എന്താണ് എന്ന് കുഞ്ഞു എന്താണ്. കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് കടലിനെ അറിയുന്നത്. തീരത്തിരുന്നപ്പോൾ ഞങ്ങൾക്ക് അറിഞ്ഞില്ല കടൽ എന്താണ്. അതറിയാനായിട്ട് കരയിലേക്ക് ഒന്ന് തട്ടിയിട്ടപ്പോൾ മനസ്സിലായി കടൽ എന്താണ്. കടലിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് കടൽ എന്താണെന്ന് അറിയുന്നത്. ശരി, ക്രിസ്തുവിനെ ദൂരെ നിന്ന് നമുക്ക് കേൾക്കാം, വായിക്കാം. കടലിനെ ദൂരെ നിന്ന് കണ്ടറിയുന്ന പോലെ ക്രിസ്തുവിനെ ദൂരെ നിന്ന് നമുക്കറിയാം. അല്ല, ക്രിസ്തുവിനെ ഒന്ന് കരയിൽ നിന്ന് വെള്ളം തൊട്ട് കണ്ടറിയുന്നത് പോലെ ക്രിസ്തുവിനെ ഇങ്ങനെ അല്പമൊക്കെ നമുക്ക് കണ്ടു കേട്ടുമൊക്കെ അറിയാം. പക്ഷെ ഇതല്ല, ഈ രണ്ടറിവുകളെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. കടലിനുള്ളിൽ, കടലിന്റെ ആഴങ്ങളിലാണ് കടലിനെ നമ്മൾ യഥാർത്ഥത്തിൽ അറിയുന്നത് എന്ന് പറയുന്ന പോലെ പൗലോസ് പറയുന്നത്, ബി ഇൻ ക്രൈസ്റ്റ്, നോട്ട് സ്റ്റാൻഡിങ് അഫാർ, ദൂരെ നിന്നല്ല, തൊട്ടും കേട്ടുമല്ല. ബി ഇൻ ക്രൈസ്റ്റ്, ഒരുവൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാണ്. അതുകൊണ്ട് യേശുവിനെ പോലെ മൂവിങ് ആണ്, നമ്മൾ പലപ്പോട്ട് പോവുകയാണ്. യേശുവിനെ പോലെ ആവുക എന്ന് പറയുന്നത് ദൂരെ നിന്ന് ക്രിസ്തുവിനെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു അനുഭവത്തിലല്ല, തൊട്ടും കണ്ടും കേട്ടും പോകുന്ന അനുഭവത്തിലൂടെയല്ല. പൗലോസ് പറയുന്നത് പോലെ ബി ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലാവുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അറിയുന്നത്, നമ്മൾ ആരായി തീരുന്നതാണെന്ന് മനസ്സിലാക്കുന്നത്. യേശുവിനെ പോലെ ആകാൻ ക്രിസ്തുവിനുള്ളിൽ അറിയണം, ക്രിസ്തുവിൽ അവനെ അറിയണം. ഈ ക്രിസ്തു അനുഭവത്തിലേക്ക് വരുമ്പോൾ, ക്രൈസ്റ്റ് എക്സ്പീരിയൻസ്, ക്രിസ്താനുഭവത്തിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ സൃഷ്ടിക്കുന്ന മാറ്റങ്ങളിലൂടെയാണ് നമ്മൾ മനുഷ്യരായി തീരുന്നത്. ഇനി ഈ മനുഷ്യരായി തീരാൻ ക്രിസ്തു നമ്മളെ സഹായിക്കുന്ന, പഠിപ്പിക്കുന്ന പാഠങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഞാൻ കഥകളാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സൊരിക്കലും കേട്ടിരുന്നാൽ മതി. വലിയ ദൈവശാസ്ത്രമോ തത്വശാസ്ത്രമോ എന്ന് ഞാൻ പറയാം. I'm not going to talk theology or philosophy this evening. I'm going to share a few stories with you. People who learned to be real human beings and who teach us to be real human beings. സ്വയം നല്ല മനുഷ്യരായി തീർന്നവരും മനുഷ്യരായി തീരേണ്ടത് എങ്ങനെയെന്ന് നമ്മളെ പഠിപ്പിക്കുന്നവരുമായിട്ടുള്ള ചില ആളുകളുടെ കഥകളാണ് എന്ന് പറയും. ഇത് ക്രിസ്തു ഇവരിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. ഞാൻ പറയുന്ന കഥകളിലെ ആളുകളിലൂടെ ക്രിസ്തു ഈ രാത്രി നമ്മളെ പഠിപ്പിക്കുകയാണ് എന്താണ് ക്രിസ്തുവായി തീരുക എന്നത്. ക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു ഏറ്റവും വലിയ പാഠങ്ങളൊന്നും എന്താണ്? സ്നേഹത്തെ കുറിച്ച്. ക്രിസ്തു എന്നെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം മത്തായിയുടെ സുവിശേഷം 5-6 അധ്യായങ്ങളിൽ പർവ്വത പ്രസംഗം എന്ന് നമ്മൾ പറയുന്ന Sermon on the Mount പറയുന്ന ഭാഗം ക്രിസ്തു പറയുന്നു. Love most the most unlovable. So this is the lesson that Jesus teaches me about love. സ്നേഹിക്കുക എന്നല്ല,
He just doesn't say, he doesn't just say, you love. നീ സ്നേഹിക്കുക എന്നാൽ മാത്രമല്ല യേശു എന്നോട് പറയുന്നത്. യേശു പറയുന്നത് you love the unlovable. See, loving the lovable is easy. സ്നേഹിക്കാവുന്നവരെ സ്നേഹിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യം. നമ്മളൊക്കെ അതാ ചെയ്യും. നമ്മളെല്ലായ്പ്പോഴും സ്നേഹിക്കുന്നത് നമുക്ക് സ്നേഹിക്കാവുന്നവരെയാണ്. We love the lovable. നമുക്ക് those who are acceptable to us. നമുക്ക് സ്വീകരിക്കാവുന്നവരും സ്നേഹിക്കാവുന്നവരുമായിട്ട് അവരെയൊക്കെ നമ്മൾ സ്നേഹിക്കുക. യേശു പറയുന്നത് സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ നിനക്ക് സ്നേഹിക്കാനാവാത്തവരെ നീ സ്നേഹിക്കുക. ലവ് ദി അൺലവ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ശത്രുക്കളെ സ്നേഹിക്കുക. പിന്നെ എന്താ പറഞ്ഞു? ഉപദ്രവിക്കുന്നതിന് വേണ്ടി ശത്രുക്കളെ സ്നേഹിക്കുക. നിനക്ക് സ്നേഹിക്കാനാവാത്തവരാണോ നിന്റെ ശത്രുക്കൾ? നീ ശത്രുക്കളെന്ന് വിചാരിക്കുന്നവരൊക്കെ നിനക്ക് സ്നേഹിക്കാനാവാത്തവരാണ്. അപ്പോൾ ശത്രുക്കളെ സ്നേഹിക്കുക. ലവ് ദി എനിമീസ് എന്ന് പറയുമ്പോൾ what Jesus Christ is really saying is love the unlovable എന്നാണ്. When Jesus says you love your enemies, what he really says is you love the unlovable. നിനക്ക് സ്നേഹിക്കാൻ വിഷമമുള്ളവരെ നീ സ്നേഹിക്കുക. സ്നേഹിക്കാവുന്നവരെ സ്നേഹിക്കുന്നതിനകത്ത് എന്താ അർത്ഥം? നിനക്ക് ഈസിയായിട്ട് പ്രാർത്ഥിക്കാവുന്നവരെ കുറിച്ച് നീ പ്രാർത്ഥിക്കുന്നതിനൊക്കെ എന്താ പ്രാർത്ഥന? നിനക്ക് പ്രാർത്ഥിക്കാൻ വിഷമമുള്ളവരെ ഓർത്ത് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് നീ യഥാർത്ഥത്തിൽ പ്രാർത്ഥന സംഭവിക്കുന്നത്. അവിടെ സ്നേഹത്തെ കുറിച്ച് യേശുവിനെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ഏറ്റവും വലിയ പാഠം അതാണ്. നോട്ട് ലവ് ദി ലവബിൾ, ലവ് ദി അൺലവബിൾ. സ്നേഹിക്കാനാവാത്തവരെ അത് യേശുക്രിസ്തു പഠിപ്പിച്ചു. See, that's one lesson that Jesus taught, not only through his words, through his life. സ്വന്തം ജീവിതത്തിലൂടെ ക്രിസ്തു പഠിപ്പിച്ചതാണല്ലോ. അവൻ സ്നേഹിച്ചത് ആരെയൊക്കെയാ? ആരെയൊക്കെ യേശുക്രിസ്തു സ്നേഹിച്ചു എന്നുള്ള ചോദ്യം തന്നെ ശരിയായ ചോദ്യമല്ല. The right question is, ആരെയാ യേശുക്രിസ്തു സ്നേഹിക്കാതെ ഇരുന്നത്? Was there anyone whom Jesus did not love? Who are the ones who loved Jesus loved him Allah? That's not the right question. The right question is, was there anyone whom Jesus did not love? അപ്പോൾ തന്റെ ജീവിതത്തിൽ സ്നേഹിക്കാനാവാത്തവരായിട്ട് ആരുമില്ലാതിരുന്നു എന്നുള്ള തന്റെ ജീവിതം കൊണ്ട് യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന പാഠം സ്നേഹിക്കാനാവാത്തവരെ സ്നേഹിക്കണമെന്നാണ്. യേശുവിനെ പോലെ ആകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുമ്പോൾ യേശുവിനോട് മുമ്പിൽ പറയുന്ന എന്നോട് വിളിക്കുന്ന വലിയ ഡിമാൻഡ്, ഒരു ഡിമാൻഡ് അതാണ്, നിനക്ക് ഇങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ പ്രാർത്ഥനയിൽ അദ്ദേഹം ഓർപ്പിച്ചിട്ടു, are you able to raise yourself from the level where you are now? നീ ഇപ്പോൾ നിൽക്കുന്ന നിലയിൽ നിന്ന് നിന്നെ തന്നെ ഉയർത്താനായിട്ട് നീ തയ്യാറാവുമോ? സ്നേഹിക്കാവുന്നവരെയൊക്കെ മാത്രം സ്നേഹിച്ച് പ്രാർത്ഥിക്കാവുന്നവരെയൊക്കെ ഓർത്ത് മാത്രം പ്രാർത്ഥിച്ച് ഇന്ന് ജീവിക്കുന്നതായിട്ട് നിന്റെ ജീവിതത്തിന്റെ ആ നിലയിൽ നിന്നും സ്നേഹിക്കാനാവാത്തവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനാവാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും തക്കവണ്ണം നീ നിന്നെ തന്നെ ഉയർത്താനായിട്ട്. That's the challenge, that profound challenge that Jesus places before us this evening. സ്നേഹത്തിന്റെ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തതായിട്ട് തലങ്ങളിലേക്ക് പ്രതീക്ഷിക്കുക. See, there are people who have surprised us by their love. സ്നേഹം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ആളുകളുണ്ട്. നമ്മുടെ കൺമുമ്പിൽ ഒരുപക്ഷെ നമ്മൾ വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോയ തരത്തിലെ ആളുകളുടെ ജീവിതത്തിൽ നോക്കി നമ്മൾ കണ്ണു തുറന്ന് നോക്കിയിരുന്നില്ല നമ്മൾ ചോദിച്ചു പോയെങ്കിൽ സ്നേഹത്തിന് ഇത്രയും വലിപ്പം ആകാം. Can love have such tremendous proportions? ഇത്രയും വലിപ്പം സ്നേഹത്തിന് സാധ്യമാണോ എന്ന് നമ്മൾ ചോദിച്ചു പോകുന്ന, അത്ഭുതപ്പെട്ടു പോകുന്ന ചില ജീവിതങ്ങൾ നമുക്ക് ട്രിവാൻഡ്രം റീജിയണൽ ക്യാൻസർ സെന്റർ RCC, അവിടെ ചികിത്സയിലിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ജിനു എന്നായിരുന്നു. വളരെ സമർത്ഥയായ, പഠിക്കാൻ മിടുക്കി, പാടാൻ മിടുക്കി, ഡാൻസ് ചെയ്യാൻ മിടുക്കി. അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ she was in the 9th standard. ക്യാൻസർ
ഈ രോഗം വരുന്നതിന് മുമ്പുള്ള അവളുടെ പഠനം ഞാൻ കണ്ടിട്ടുണ്ട്. സുന്ദരിയായ പെൺകുട്ടി. അവൾക്ക് രോഗം വരുമ്പോൾ 14 or 15. അവളുടെ ഡാൻസ് ഒക്കെ നിന്നു. RCC അവൾ ചികിത്സയില്ല. ഞാൻ അവളെ കാണുമ്പോൾ അവൾ RCCയിലെ ചികിത്സ തുടങ്ങിയിട്ട് 1.5 വർഷം കഴിഞ്ഞിരുന്നു. തൊട്ടടുത്ത് അവൾ നമ്മുടെ മാർത്തോമ ഹോസ്പിറ്റൽ ഗൈഡൻസ് സെന്ററിലാണ് ഇവർ താമസിക്കുന്നത്. ആലപ്പുഴക്കാരി കത്തോലിക്ക. അവളുടെ അപ്പൻ അവൾക്ക് രോഗമാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയെയും അവളെയും അവളുടെ താഴെയുള്ള ഒരു സഹോദരനെയും സഹോദരിയും 3 മക്കൾ അവൻ ഉപേക്ഷിച്ചിട്ട് പോയിക്കളഞ്ഞു. ഇവളുടെ താഴെയുള്ള കുട്ടികളെന്ന് പറയപ്പെടുന്ന പോയിക്കാം 10-12 വയസ്സൊക്കെ. ഒരു മകൾ ഒരു മകൻ. ഇവരെ 2 പേരെയും കത്തോലിക്ക സഭയുടെ 2 സ്ഥാപനങ്ങളിൽ ആക്കിയിട്ട് അമ്മ ഇവളുമായി ചികിത്സയ്ക്കായിട്ട് തിരുവനന്തപുരത്ത് താമസിക്കുകയാണ്. നമ്മുടെ മാർത്തോമ ഹോസ്പിറ്റൽ ഗൈഡൻസ് സെന്ററിലാണ് അവർ താമസിക്കുന്നത്. ഞാൻ അടുത്താണ് താമസിക്കുന്നത്. അവിടെ എനിക്ക് നേരിട്ട് അറിയാവുന്ന സംഭവം. അവൾ വല്ലാതെ ക്ഷീണിച്ചു. ക്യാൻസറിന്റെ ferocious treatment and effects നമുക്കറിയാം. അതിലൂടെ കടന്നുപോയി, തലമുടിയെല്ലാം പോയി. പക്ഷെ അവളുടെ ഉള്ളിൽ അവളുടെ ഒരു സ്പിരിറ്റ്, ഗ്രോയിങ് സ്പിരിറ്റ്, കിട്ടുപോകാതെ ആളിക്കത്തിരുന്ന ഒരു ശക്തി, അത് ഞാൻ കണ്ടു. കഠിനമായിട്ട് വേദനയിലൂടെ കടന്നു വന്ന സന്ദർഭം. അല്പം സുഖമുള്ളപ്പോൾ അവൾ തൊട്ടടുത്ത് താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ അവൾ കയറി വരും. എന്റെ കയ്യിലുണ്ടായിരുന്ന 40ഓളം പുസ്തകം അവൾ കൊണ്ടുപോയി വായിച്ചിട്ടുണ്ട്. ഞാനിന്ന് സമീപത്തുള്ള ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലമാണ്. അവിടെ ഞാൻ അവളെ കൊണ്ടുപോയി ആരാധനമധ്യയെ ഒരു സാക്ഷി പതിപ്പിച്ചിട്ടുണ്ട്. അവൾക്ക് വളരെ കഠിനമായിട്ടുള്ള ദാരിദ്ര്യമുണ്ട്, പണമില്ല. നമുക്കറിയാമല്ലോ, ക്യാൻസർ രോഗം എത്രയോ ചിലവേറിയ ചികിത്സയാണ്. അപ്പോൾ എൻ്റെ ഇടവകയിലുള്ള അംഗങ്ങളൊക്കെ ഇവളെ സന്ദർശിക്കുമ്പോൾ ഇവളെ അറിയാം. ഇവൾ പള്ളിയിലൊക്കെ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആളുകൾ ഇവളെ അറിയാം. എന്തെങ്കിലുമൊക്കെ പണം ഇവൾക്ക് കൊടുക്കും. അങ്ങനെ ആരെങ്കിലും കൊടുക്കുമ്പോൾ അവൾ പിന്നീട് എന്നെ കാണുന്ന വെച്ചാൽ ഇന്ന അങ്കിള് വന്നാൽ ഇന്ന ആൻറ്റി വന്നപ്പോൾ എനിക്ക് 100 രൂപ തന്നോ 500 രൂപ തന്നോ എന്നൊക്കെ ഇവിടെ എന്നോട് പറയാറുണ്ട്. ഒരു ദിവസം ഇവിടെ എന്നോടൊന്ന് പറഞ്ഞു, ഇന്നലെ എന്നെ കാണാൻ വന്ന ആൻറ്റി എനിക്കൊരു 500 രൂപ തന്നു. അവൾ ആൻറ്റി എനിക്ക് മനസ്സിലാവുള്ളൂ ആരെക്കുറിച്ചാണ് പറയുന്നത്. ആൻറ്റി എനിക്ക് 500 രൂപ തന്നു. 500 രൂപ ഞാൻ ശരണ്യയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. ഈ ശരണ്യ കണ്ണൂരിൽ നിന്നും ഏതാണ്ട് ഇവരുടെ ഇതേ പ്രായമുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനായിട്ട് വന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ താമസിക്കുന്നത് നമ്മുടെ ഗൈഡൻസ് സെന്ററിലാണ്. ഞാൻ ചിന്നുവിനോട് ചോദിച്ചു, ഇത് കൊള്ളാമല്ലോ, നിനക്കേ പണമില്ല, നിനക്ക് കിട്ടിയ പൈസ നീ എങ്ങനെയാ ശരണ്യക്ക് കൊടുത്തത്? ചിന്നുവിനോട് പറയുകയാണ്, പക്ഷെ പള്ളിയിൽ നിന്ന് വരുന്നവർക്ക് എന്നെ അറിയാം, അത് അവർക്ക് എനിക്ക് പൈസ എടുത്ത് ശരണ്യെ ആർക്കും അറിയത്തില്ല. അവർക്ക് പൈസ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് കിട്ടിയ 500 രൂപ ഞാൻ ശരണ്യക്ക് കൊടുത്തതാണ്. എഴുന്നേറ്റ് നിന്ന് വണങ്ങാൻ തോന്നി എനിക്ക് അവളെ. അവളുടെ മുമ്പിൽ നിന്നപ്പോഴാണ് എനിക്ക് ജീവിതത്തിൽ ഒരിക്കൽ തോന്നിയത്, സ്നേഹത്തിന് ഇത്രത്തോളം വലിപ്പം സാധ്യമാണ്. Can love grow into such tremendous heights? Such great heights. ഇത്രയും വലിപ്പം ഒരു സ്നേഹത്തിന് സാധ്യമാണ് എന്ന എൻ്റെ ഉള്ളിൽ ചോദ്യം ഉദിക്കുക ഒരു പെൺകുട്ടിയാണ്. അവൾ മരിച്ചുപോയി. 2012 2 വർഷം ചികിത്സ കഴിഞ്ഞ് 17-ാമത്തെ വയസ്സുള്ള അവൾ മരിച്ചുപോയി.
ശരണ്യയും മരിച്ചു. സ്നേഹത്തിന് എത്രത്തോളം വലിപ്പം സാധ്യമാണ് എന്ന് യേശു എന്നെ പഠിപ്പിച്ചത് ഈ ജിനു എന്ന പെൺകുട്ടിയിലൂടെയാണ്. അവളിലും കൂടെയാണ്. ഏതാണ്ട് 60-65 പ്രാവശ്യം. ഇത് മറ്റൊരു സംഭവം. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില മനുഷ്യരുണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. യേശുവിനെ പോലെ ആകുവാൻ കഴിയുമെന്ന് അവർ പോലും അറിയാതെ നമ്മളെ പഠിപ്പിക്കുന്നവരായിട്ടുള്ള ആളുകൾ. 60-65 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീ, ക്രിസ്തുമത വിശ്വാസിയല്ല. ആ പ്രായത്തിലും അവർ ഒരു സ്ഥാപനത്തിൽ അടുക്കളയിൽ ജോലി ചെയ്തൊക്കെയാണ് ജീവിക്കുന്നത്. വളരെ ചെറിയ ശമ്പളം ഒക്കെ. ഞങ്ങളുമായിട്ട് നല്ല പരിചയം. ഒരിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ വരും. ഒരിക്കൽ എൻ്റെ ഭാര്യ അവനോട് ചോദിച്ചു, നിങ്ങൾ ഈ പ്രായത്തിലും ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് എന്താണ്? അവർക്ക് 2 മക്കളൊക്കെ ഉണ്ട്, 3 മക്കളൊക്കെ ഉണ്ട്. അവരൊരു കഥ പറഞ്ഞു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവർ ക്രിസ്തുമതവിശ്വാസിയല്ല എങ്കിലും അവർ സ്ഥിരമായി സന്ദർശിക്കുന്ന ഒരു കത്തോലിക്ക ദേവാലയം ഉണ്ടായിരുന്നു തിരുവനന്തപുരം പട്ടണത്തിൽ. വെട്ടുകാട് വഴി കേട്ടിട്ടുണ്ടാവും, അറിയപ്പെടുന്ന ഒരു ദേവാലയം. ഒരു ദിവസം സന്ധ്യയിൽ ഈ സ്ത്രീ അവർ സാധാരണ പോകുന്ന വെട്ടുകാടിന്റെ പള്ളിയിൽ ചെന്നപ്പോൾ സന്ധ്യമായി അവർ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചറിഞ്ഞു വരുന്ന സമയത്ത് പള്ളിമുറ്റത്ത് ഒരു ചെറുപ്പക്കാരത്തി, ഒരു യുവതി 2 കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് ഇരിക്കുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവരെന്ന് ആശ്രയിച്ച് എന്താ കാര്യം? അവർ പറഞ്ഞു, അവരുടെ ജീവിത കഥ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്നും താമസത്തിൽ നിന്നും ഇറക്കി വിട്ട് ഞാൻ ഇരിക്കുകയാണ്. ഭർത്താവൊന്നുമില്ല. ഇന്ന് രാത്രി എനിക്ക് എവിടെയെങ്കിലും ഒന്ന് താമസിക്കാൻ കിട്ടിയാൽ ഈ രാത്രി കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ എവിടെ പോകും? ഒന്ന് രാത്രി കിടക്കാൻ അവസരം കിട്ടിയാൽ നാളെ ഞാൻ എവിടെയെങ്കിലും പോയി ഞാൻ രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കാറ്. ഇന്ന് രാത്രി ഞാൻ എവിടെ പോകുന്ന എനിക്കറിയാൻ പാടില്ല. ഈ പാവപ്പെട്ട സ്ത്രീ കഥ എന്നോട് പറയുന്ന, അല്ല ഞങ്ങളോട് പറഞ്ഞ സ്ത്രീ ഈ യുവതിയെ 2 കുഞ്ഞുങ്ങളുമായിട്ട് അവരുടെ വീട്ടിൽ വന്നു. അവർ പിന്നീട് ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പോയിട്ടില്ല. അവർ പറയുകയാണ്, എൻ്റെ ഒരു അനിയത്തിയെ 2 കുഞ്ഞുങ്ങളെ പോലെ ഞാനാകെ എൻ്റെ വീട്ടിൽ നിർത്തി. ആ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിച്ചു. എൻ്റെ 3 മക്കൾ, ഇവരുടെ 5 മക്കൾ, ഇവരെ ഞാൻ വളർത്തി. അവരെയൊക്കെ ഞാൻ കല്യാണം കഴിപ്പിച്ചു. അവിടെ ഞാൻ ഇന്നും എൻ്റെ കുടുംബം പോറ്റാനായിട്ട് ഈ ജോലി ചെയ്യുകയാണ്. മനുഷ്യ മനസ്സുകൾക്ക് എത്തിച്ചേരാവുന്നതായിട്ടുള്ള ഉയരങ്ങൾ എത്ര വലുതാണ് എന്ന് എന്നെ പഠിപ്പിച്ച മറ്റൊരു സ്ത്രീ, വളരെ സാധുവായിട്ടുള്ള 65-ാമത്തെ വയസ്സിൽ അടുക്കള ജോലി ചെയ്ത് ജീവിക്കാൻ നിർബന്ധിതരായ ഒരു സ്ത്രീ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? യേശു പറയുകയാണ്, നീ നിൽക്കുന്ന സ്നേഹത്തിന്റെ, കരുണയുടെ സാധാരണ തലങ്ങളിൽ നിന്നും നീയും ചെന്നെത്തേണ്ടതായിട്ട് ഉയരങ്ങൾ ഒരുപാടുണ്ട്. There are still greater heights to which you should rise to in love. അത് സാധിച്ചവനായിട്ട് ഇതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ച് നമ്മൾ നിൽക്കുമ്പോൾ യേശു ക്രിസ്തു പറയുകയാണ്, നോക്ക്, ഇവരൊക്കെ ഇല്ലേ നിന്റെ കൺമുമ്പിൽ? യേശുവിനെ പോലെ ആകാൻ സാധിക്കുമോ എന്നുള്ള എന്റെ ചോദ്യം ഞാൻ നിർത്തുന്നത് ഈ ജിനുവിനെയും ഈ സ്ത്രീയെയും ഒക്കെ കൊണ്ടുള്ള ആളുകളെ ഞാൻ കാണുമ്പോൾ ഇന്നെനിക്ക് ആ ചോദ്യമില്ല. അത് സാധ്യമാണ് എന്ന് അവരെന്നെ പഠിപ്പിക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, യേശുവിനെ പോലെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസാധ്യമായിട്ടൊരു കാര്യമല്ല. ഇറ്റ്സ് നോട്ട് എ മിയർ പയസ് വിഷ്
അങ്ങനെ ആയാൽ കൊള്ളാം, നല്ലത് എന്ന് പറയാം. അങ്ങനെയാണല്ലോ പയസ് വിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ആയാൽ നല്ലത് എന്ന് പറയാം. അല്ല, ഇറ്റ് ഈസ് പോസിബിൾ. It is possible. That ought to be the ultimate target of our life. അത് സാധ്യമാണെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഇതുപോലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരുന്നുണ്ട്. ആരെയും സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും കഴിയുന്നവരായിട്ടാണ്. ഇവരുടെ മുന്നിൽ ചോദ്യങ്ങളില്ല. ഈ ബുദ്ധിമാനായ പഠിപ്പുള്ള അറിവുള്ള ഞാൻ ജിന്നുവിനോട് ചോദിക്കുകയാണ്, ഇതുള്ളവരോട് നിനക്ക് പൈസ ഇല്ല, നിനക്ക് കിട്ടിയാൽ ഇതുവാ നീ ശരട്ടിക്ക് കൊടുത്ത് എന്തുകൊണ്ടാണ്? ആ ചോദ്യം ജിനുവിന്റെ മനസ്സിലില്ലല്ലോ. ഞാൻ ചോദിക്കുന്നിടത്ത് യുക്തിയുണ്ട്, ലോജിക് ഉണ്ട്. പക്ഷെ ആ ലോജിക് ജിനുവിന്റെ മനസ്സിലില്ലല്ലോ. എന്റെ യുക്തിയും എന്റെ ചോദ്യങ്ങളുമാണ് പലപ്പോഴും സ്നേഹത്തിന്റെ ഉയരങ്ങളിലേക്ക് പോകുന്നതിന് തടസ്സമായി നിൽക്കുക. ഞാനിങ്ങനെ ചോദ്യം ചോദിച്ച് ഇങ്ങനെ നിൽക്കുക. നമുക്കൊക്കെ സംഭവിക്കുന്ന കുഴപ്പമാണ്. We ask too many questions which prevent us from rising in our levels of love. നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സ്നേഹത്തിന് ഒരിക്കലും എത്തിച്ചേരാൻ തടസ്സമായി നിൽക്കുന്ന നമ്മളേക്ക് ഒരുപാട് ചോദ്യം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഇത് ചെയ്താൽ ശരിയാണ്, എല്ലാ ചോദ്യം എന്നാ ശരിയല്ല എന്നാണ് നമ്മൾ തീരുമാനം. ചോദ്യങ്ങളില്ലാതിരുന്ന അവർക്ക് പിന്നീട് ഉയർന്നാക്കുക. അതെന്നാ വെച്ചാൽ എനിക്ക് കിട്ടി ഞാൻ കൊടുത്തു, കാരണം അവർക്കില്ലല്ലോ. എന്താ പറഞ്ഞത്? എനിക്ക് 3 മക്കളുണ്ടല്ലോ, എന്നിട്ട് ഇവരെ പോലെ ഒരു കൊച്ചുകൂടിലേക്ക് ഇവരെ ചോദ്യമില്ല. ചോദ്യങ്ങളില്ലാതിരുന്നുകൊണ്ട് എത്തിച്ചേരാം. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ചോദ്യങ്ങൾ. See, this is the lesson I learned. And Jesus taught me those lessons through these simple people. No questions. ചോദ്യമില്ല. ശത്രുക്കളെ സ്നേഹം ഇതെങ്ങനെ പറ്റും കർത്താവേ? ഇതൊക്കെ ഒക്കുന്ന കാര്യമാണോ കർത്താവേ? ചോദ്യങ്ങൾ എന്നാ ശരിയില്ല. നോ ക്വസ്റ്റ്യൻസ് ഇൻ ലവ്, നോ കാൽക്കുലേഷൻസ് ഇൻ ലവ്. കണക്കൂട്ടലുകളിൽ നമുക്കറിയാമല്ലോ, ഈ കണക്ക് നല്ല കാര്യമാണ്. പക്ഷേ ബന്ധങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട കാര്യം കണക്കാണ്. നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ ഇന്ന് തകരുന്നത് ഈ കണക്കുകൂട്ടലിൽ കണക്കെടുക്കുന്നില്ല. ഞാൻ എന്തോ ചെയ്തു, കണക്ക് ചോദിക്കുകയും കണക്ക് പറയുകയും ചെയ്ത് ഒടുവിൽ ബന്ധങ്ങൾ ഇല്ലാതാവുകയാണ്. സ്നേഹത്തിൽ ചോദ്യങ്ങളില്ല, സ്നേഹത്തിൽ കണക്കുകളില്ല. ചോദ്യങ്ങളില്ലാത്ത കണക്കുകളില്ലാത്ത സ്നേഹത്തിന്റെ ഉയരങ്ങളിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ് യേശു എന്നോട് എന്നെ പഠിപ്പിക്കുന്നതാണ്. അത് സാധിച്ചവരായിട്ട് ആളുകളെ എന്റെ മുന്നിൽ നിർത്തിയിട്ടാണ് യേശു പറയുന്നത്, ഡു ദിസ്, ഇങ്ങനെ ചെയ്യും. യേശുവിനെ പോലെ ആകാൻ സാധിക്കും എന്ന് യേശു ക്രിസ്തു പഠിപ്പിക്കുക. യേശു ക്രിസ്തു ക്ഷമയെ കുറിച്ച് പഠിപ്പിച്ചു, സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു, ക്ഷമയെ കുറിച്ച് പറഞ്ഞു. എത്രത്തോളം ക്ഷമിക്കണം? 7-70 വട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അറിയാം. എന്താണ് 7-70 വട്ടം? ഞാൻ എന്റേതായിട്ട് എനിക്കൊരു ഇന്റർപ്രിറ്റേഷൻ ആണ്. ഈ മലയാളം നമുക്കറിയാം, ഈ കാക്കത്തൊള്ളായിരം എന്നൊരു പ്രയോഗം മലയാള ഭാഷയിൽ ഇല്ല. കാക്കത്തൊള്ളായിരം അങ്ങനെ നമ്പർ ഇൻഫിനിറ്റ് മനുഷ്യമാന്ന് പറയാം. ഈ 7-70 എന്ന് പറയുന്നത് 7-70 400 അങ്ങനെ ഒന്നും കണക്കൊന്നുമല്ല. നമ്മൾ ഈ കാക്കത്തൊള്ളായിരം എന്ന് പറയുന്ന പോലുള്ളൊരു ഉത്തരവാണ് യേശു ക്രിസ്തു പറയുന്നത്. ഈ 7-70 നമ്മളെ ഒരുപാട് കണക്കൂടി 7 പൂർണ്ണസംഖ്യയാണ് 70 അങ്ങനൊന്നും പറയേണ്ട കാര്യമൊന്നും ഇല്ല. There is no limit. ക്ഷമയ്ക്ക് അതിരുകളില്ല, സ്നേഹത്തിൽ ചോദ്യങ്ങളില്ല, സ്നേഹത്തിന് കണക്കുകളില്ല എന്ന് പറഞ്ഞ പോലെ ക്ഷമയ്ക്ക് അതിരുകളില്ല എന്നാണ് യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത്. യേശുവിനെ പോലെ ആകാൻ അതിരുകളില്ലാത്ത ക്ഷമയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. To what extent can you go in love? To what extent can you travel in forgiveness? ക്ഷമയിൽ എവിടെ വരെ പോകാനായിട്ട് സാധിക്കും? യേശുവിനെ പോലെ ആകാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല. ഇറ്റ്സ് എ ഹാർഡ് ജേർണി. പക്ഷേ ഈ വഴികളുടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് സാധിക്കും. രണ്ട് സഹോദരങ്ങൾ, അതില്
മൂത്ത ആൾ വീട്ടിൽ താമസിക്കുകയാണ്. അയാളാണ് വീട്ടിലെ പുരയിടവും പറമ്പും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അനിയന്റെ ഭാഗം കൂടെ ചേർന്നാണ് നോക്കുന്നത്. ഇവിടെ കൃഷിയൊക്കെ ചെയ്യും. And he whatever he gets and he gives the അനിയന്റെ ഷെയർ അത് അനിയനും കൊടുക്കും. ഒരു ദിവസം ഈ ചേട്ടന് പെട്ടെന്ന് എന്തോ ഒരു അത്യാവശ്യം പണം ആവശ്യം. അപ്പൊ അനിയനോട് ചോദിച്ച് പറഞ്ഞ് ചെയ്യാനൊന്നും പറഞ്ഞ സമയമില്ല. പെട്ടെന്ന് അനിയന്റെ വീതത്തിലുണ്ടായിരുന്ന ഒരു മരം ചേട്ടൻ വെട്ടിയെന്ന് വിറ്റു. അനിയനോട് പറഞ്ഞാൽ മതിയല്ലേ ഇങ്ങനെ ആവശ്യം വന്നുകൊണ്ട് ചെയ്തതാണ്. Thought he would tell his brother later why he did it. He never thought it would become a വലിയൊരു പ്രശ്നം ഉണ്ടാവുന്നു. He never thought so. പക്ഷെ ഇത് ഈ ചേട്ടൻ പറയുന്ന മുമ്പ് തന്നെ ആരോ അനിയന്റെ ചെവിയിൽ എത്തിച്ചു, നിന്റെ മരം ചേട്ടൻ വെട്ടി വിറ്റു. അനിയനിങ്ങനെ പാഞ്ഞു വന്നു എന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുക, പൊട്ടിത്തെറിക്കുകയാണ്, അലറി വിളിക്കുക, വെട്ടു, കൊല്ലും, എന്റെ മരം വെട്ടിയ നിന്റെ കൈ ഞാൻ വെട്ടു, നിന്നെ കൊല്ലും. അലറി വിളിച്ച് പൊട്ടിത്തെറിച്ച് നിൽക്കുന്നതായിട്ടുള്ള ഈ ചേട്ടനിങ്ങനെ മുറ്റത്ത് നിൽക്കുകയാണ്. ഈ ചേട്ടനിങ്ങനെ വരാതെ നിൽക്കുക. ചേട്ടന്റെ പാറ്റിയും കുഴഞ്ഞു, ഒന്നും മിണ്ടുന്നില്ല. അതിന് കുറേ നേരം ഇങ്ങനെ പൊട്ടിത്തെറിച്ചു അലറി വിളിച്ചു. ഒടുവിലാണ് ക്ഷീണിച്ചുകൊണ്ടായി അതൊന്ന് നിർത്തിയപ്പോൾ ചേട്ടൻ പറഞ്ഞു, നീ വെട്ടുവോ കൊല്ലുവോ എന്താന്ന് വെച്ചാൽ പിന്നെ ഇപ്പൊ നിനക്ക് വിശക്കുന്നില്ല, അത് തോന്നിച്ചു. നീ വെട്ടുവോ കൊല്ലുവോ അതെന്താ വെച്ചാൽ പിന്നെ ചെയ്യാം, ഇപ്പൊ നിനക്ക് വിശക്കുന്നില്ല, അത് തോന്നി ചോറിട്ട് വന്നു. ചേട്ടത്തി ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് അനങ്ങാതിരിക്കുന്ന ഭാര്യ നോക്കി ചേട്ടൻ, നീ കേട്ടില്ലേ ഞാൻ പറഞ്ഞത്, അവൻ വിശക്കുന്നുണ്ട്, ഇത് പോയി ചോറ് വന്നു. ആരെവിടെ ജയിച്ചത്, ആരെവിടെ തോറ്റത്? വെട്ടുമെന്നും കൊല്ലുമെന്നും പറഞ്ഞ് അലറി വിളിച്ച അനിയനാണോ? എന്റെ ചോറിട്ട് നീ പിന്നെ വന്ന് നീ എന്നെ വെട്ടാൻ? ഈ ക്ഷമ, അതിരുകളില്ലാത്ത ക്ഷമ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഇത് വെറും ചില ആശയങ്ങളല്ല. They're not just mere dry ideas. No. These are possible. They are real. ഇത് സാധ്യമാണെന്ന് തെളിയിക്കുന്ന ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട്. യേശുവിനെ പോലെ ആകാനായിട്ട്, യേശു പഠിപ്പിക്കുന്നതായിട്ടുള്ള, യേശു വെളിപ്പെടുത്തുന്നതായിട്ടുള്ള സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ഒക്കെ അളവുകളിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുമെന്ന് നമുക്ക് കാട്ടിത്തരുന്നവരായിട്ടുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് സ്നേഹിതരെ. അതുകൊണ്ട് യേശുവിനെ പോലെ ആകാനായിട്ട് സാധിക്കുമോ എന്നുള്ള ചോദ്യം ഇനി നമുക്ക് വേണ്ട. കാരണം സാധിച്ചവരായിട്ട് ആളുകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. സ്നേഹിച്ചവർ, ക്ഷമിച്ചവർ. ഞാൻ ഇന്നലെ ഇതും പറഞ്ഞു, ഞാൻ യേശുവിനെ പോലെ ആകുന്നത് യേശുക്രിസ്തുവിനെ പോലെ മിറക്കിൾസ് ചെയ്ത് ജീവിക്കാൻ വേണ്ടിയൊന്നുമല്ല. യേശുക്രിസ്തുവിന്റെ മിറക്കിൾസിനെ കുറിച്ച് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. So we always try to present Jesus as a great miracle worker. യേശു വലിയ പുള്ളിയാണെന്ന് സ്ഥാപിക്കാനായിട്ട് യേശുക്രിസ്തുവിന്റെ മിറക്കിൾസിനെയാണ് നമ്മൾ പലപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത്. Why did Jesus Christ work miracles? First of all, നമ്മുടെ മിറക്കിൾ, അത്ഭുതം എന്ന് പറയുന്ന ഒരു കാര്യവും യേശുക്രിസ്തു പറഞ്ഞില്ല, ഞാനൊരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. He never said I am going to work a miracle. ഉണ്ടോ? ഇല്ല. Then check. Whatever we term as miracles, Jesus never ever said that I am going to do a miracle now. അങ്ങനെ പറഞ്ഞിട്ടല്ല യേശുക്രിസ്തു ഒരു അത്ഭുതം ചെയ്തത്. Never did he say that ഞാൻ ഇപ്പോ ഒരു അത്ഭുതം ചെയ്തു, നിങ്ങളൊക്കെ കണ്ടോ? Did you see me doing a miracle? No. ഒരിക്കലും യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. ഈ അത്ഭുതം, മിറക്കിൾ എന്നുള്ള വാക്ക് യേശുക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത വാക്ക്. ഇത് നമ്മൾ യേശുക്രിസ്തുവിലൊക്കെ ആട്രിബ്യൂട്ട് ചെയ്യുക.
ഇത് എഴുതിയ ശിഷ്യന്മാരും തുടർന്ന് നമ്മളാണ് പറഞ്ഞത് യേശു ക്രിസ്തുവിന്റെ അത്ഭുത പ്രവൃത്തികൾ. യേശു ക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമ്മൾ അത്ഭുതം അല്ലെങ്കിൽ മിറക്കിൾ എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ what were actually for Jesus, what are they? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ അത്ഭുതം, നമ്മൾ പറയുന്ന അത്ഭുതം എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഓൾമോസ്റ്റ് എവറി ടൈം, ഓൾമോസ്റ്റ് അതിന് മുൻപായിട്ട് ബൈബിളിൽ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ആൻഡ് ഹി ഹാഡ് കംപാഷൻ. അവന് മനസ്സലിവ് തോന്നി എന്നാണ്. അവന് മനസ്സലിവ് തോന്നി. So whatever we term as the miracles of Jesus were always a flow of compassion in the heart of Jesus. യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന മനസ്സലിവിന്റെ ഒഴുക്കാണ് നമ്മൾ വാസ്തവത്തിൽ miracle എന്ന് പറയുന്നത്. You take any miracle, whatever we call it. കാനയിലെ കല്യാണം, see there was a crisis there. Jesus intervened. ഇടപെട്ടു. ആ ക്രൈസിസിനെ സോൾവ് ചെയ്തു. He didn't say that അതാണ് ഞാൻ അത്ഭുതം ചെയ്യാം, എല്ലാവരും നോക്കും, ഞാൻ വെള്ളത്തെ എത്തിക്കാനോ ഒന്നുമില്ല. അവിടെ ഒരു ഷോർട്ടേജ് വന്നു. There's a crisis. He resolved it. There are blind people. Blindness is a problem. ഒരാൾക്ക് ജീവിക്കാൻ പ്രയാസമാണ്. Jesus intervened in their life, healed them, a flow of compassion. There's a lame people with withered hand, കൈ വരണ്ടവർ, കാല് വയ്യ, നടക്കാഞ്ഞവർ. Jesus intervened in their lives, healed them, flow of compassion. There was death, there was sorrow, there was pain. Jesus intervened, flow of compassion. നമ്മളെ അത്ഭുതം എന്ന് പറയുന്ന ഒന്നും യേശു ക്രിസ്തു ഒരു അത്ഭുതമായിട്ടൊന്നും ചെയ്ത കാര്യമല്ല. യേശു ക്രിസ്തു ഒരിക്കലും ഞാൻ അത്ഭുതം വരുന്ന അവകാശപ്പെട്ടില്ല. He never made any claims about whatever we call as miracles. No, he never. ഒരിക്കലും പറഞ്ഞില്ല, ഒരു അവകാശവും പറഞ്ഞില്ല. I repeat, whatever we call as the miracles of Jesus are all an overflowing compassion of Jesus. അതുകൊണ്ട് നമ്മൾ ഇന്ന് ലോകത്തിൽ യേശുവിനെ പോലെ ആകണം എന്ന് പറയുമ്പോൾ ഈ ഓവർഫ്ലോ ഓഫ് കമ്പാഷൻ, മനസ്സലിന്റെ ഒഴുക്കാണ് അത്ഭുതമെങ്കിൽ these miracles are possible for us too. നമുക്കും സാധ്യമാണ് സഹോദരങ്ങളെ ഈ അത്ഭുതം. കാരണം അത്ഭുതം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഒഴുക്കാണ്, മനസ്സലിന്റെ ഒഴുക്കാണ്, കരുണയുടെ ഒഴുക്കാണ്. Miracles are the overflow of love, compassion. Yes. If they are miracles, why do you think that it is not possible for you and I? നമുക്ക് സാധ്യതയില്ല. അതുകൊണ്ട് യേശുവിനെ പോലെ ആണെന്ന് പറയുമ്പോൾ യേശുവിനെ പോലെ സ്നേഹത്തിന്റെയും കരുണയുടെയും മനസ്സലിന്റെയും ഒഴുക്കിലൂടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവരാവണം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. Do you believe that you can do miracles? I do believe. I do believe. നമുക്കൊക്കെ നമ്മുടേതായിട്ടുള്ള അത്ഭുതങ്ങൾ സാധ്യമാണ് യേശുവിന്റെ മനസ്സ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ. അവിടെ യേശുവിനെ പോലെ ആകുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വന്നതിനോട് യേശുവിന്റെ മനസ്സ് നമ്മുടെ ഉള്ളിലാവുക. To be in Christ. ഒരു ക്രിസ്തുവിലായാണ് യേശുവിന്റെ മനസ്സിലുള്ള നമുക്കും അത്ഭുതങ്ങൾ സാധ്യമാണ്. ഞാൻ സമയത്ത് കണ്ട ഒരു മലയാളം ഷോർട്ട് മൂവിയാണ്. ആ മൂവി സ്റ്റോറിലൂടെ ഞാൻ പോകുന്നില്ല. ബിഗിനിങ് ഇങ്ങനെയാണ്. യങ് ഗേൾ, she was passing through tremendous difficulties, perils, pains in life. ദുസ്സഹമായ കഠിന വേദനയിലൂടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ചെറിയ പ്രായത്തിൽ തന്നെ കടന്നുപോയിട്ടുണ്ട്. She has a lot of reasons to be angry with the world. ലോകത്തോട് കോപിക്കാൻ അവർക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ ലോകത്തോടുള്ള ദേഷ്യം, കോപ, പകം ഇതെല്ലാമായിട്ട് അവൾ ഇങ്ങനെ എന്തെല്ലാമോ പറഞ്ഞുകൊണ്ട് നടന്നു പോകുമ്പോൾ suddenly she sees an old man shivering on the roadside in cold. തണുത്ത് വിറയ്ക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യനെ റോഡിൽ കണ്ട്
അവളുടെ തോളത്ത് കിടക്കുന്നതായിട്ടുള്ള ഷോൾ എടുത്ത് ഈ മനുഷ്യനെ പുതപ്പിച്ചിട്ട് അവൾ നടന്നു പോയി. And she went and entered a lift. The ലിഫ്റ്റിലോട്ട് അവിടെ കയറി. And there a person appears. ആരാമൊന്നുമില്ല, സ്റ്റോറിയിൽ അങ്ങനെ ചോദ്യമില്ലല്ലോ. ദൈവത്തെ പോലെയുള്ള എന്ന് ഞാനങ്ങ് പറയാം പോലെ ആ ലിഫ്റ്റിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ടു. എൻ്റെ അയാൾ പറയുന്നൊരു വാചകമുണ്ട്. I am drawing your attention to that one statement that he made to this young girl. ലോകം നിന്നോട് ദയ കാട്ടാതെ ഇരിക്കുമ്പോഴും നീ ലോകത്തോട് കാട്ടുന്ന ദയയാണ് മകളെ അത്ഭുതം. ലോകം നിന്നോട് ദയ കാട്ടാതെ ഇരിക്കുമ്പോഴും നീ ലോകത്തോട് ദയ കാട്ടുന്നതാണ് മകളെ അത്ഭുതം. What is a miracle? You have enough reasons to be angry with the world because world was cruel to you. ലോകം നിന്നോട് ദയ കാട്ടിയിട്ടില്ല. പക്ഷെ ദയ കാട്ടാത്ത ലോകത്തോട് നീ കാട്ടുന്ന ദയയാണ് മകളെ അത്ഭുതം. The mercy, the compassion you showed to this world which was cruel to you, that is miracle. അതുകൊണ്ട് നമുക്ക് അത്ഭുതങ്ങൾ സാധ്യമാണ് എന്ന് വിശ്വസിക്കാനായിട്ട് നമുക്കും സാധിക്കണം. അവിടെ എനിക്ക് രണ്ടാമത്തെ രാത്രി പറയാനുള്ള കാര്യം, യേശുവിനെ പോലെ ആവുക. യേശുവിനെ പോലെ ആകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്തിപ്പറ്റാൻ സാധിക്കുന്നതായിട്ടുള്ള ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ലാത്ത സ്നേഹത്തിന്റെ വലിയ ഉയരങ്ങളുണ്ട്, ക്ഷമയുടെ വലിയ ആഴങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ട് ഒരുപാട് നന്മകളുടെ വലിപ്പമുണ്ട്. ഇത് സാധിക്കാനായിട്ട് യേശുവിന്റെ മനസ്സുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ യേശുവിനെ പോലെ യേശുവിലാവുമ്പോൾ ഒരുവൻ പുതിയ സൃഷ്ടിയാവുന്നത് അങ്ങനെയാണ്. നമ്മൾ ഇതുവരെ ഇല്ലാതിരുന്നതായിട്ടുള്ള പുതിയ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാവുന്നു. New perspectives, new outlooks of it. We have never looked at the world this way. Now we are looking at through the eyes of Jesus. We have never heard the Christ in the world till now like this. യേശു ക്രിസ്തുവിന്റെ കാതുകളിലൂടെ ലോകത്തിന്റെ നിലവിലെ നമ്മൾ കേൾക്കാനാണ് തയ്യാറാണ്. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നതായിട്ടുള്ള വലിയ മാറ്റമാണ് യേശുവിനെ പോലെ ആവുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത്. ആൻഡ് ദിസ് ഈസ് പോസിബിൾ എന്ന് പഠിപ്പിക്കുന്നതായിട്ട് എത്രയോ ആളുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഒരു കഥയോട് പറയാം. ഇതെല്ലാം യഥാർത്ഥ സംഭവങ്ങളാണ്. യേശു ക്രിസ്തുവിലാകുമ്പോൾ നമുക്ക് വരുന്നതായിട്ടുള്ള മാറ്റങ്ങൾ, ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാവുന്നു. അങ്ങനെ യേശുവിലാകുക. ആൻഡ് ദാറ്റ് ഈസ് പോസിബിൾ. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. എന്നെ ഇന്നലെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഞാൻ ട്രാവൽ സ്റ്റഡി സെന്റർ അതിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് 4 വർഷം ജോലി ചെയ്തതാണ്. ഫ്രം 1986 to 90. An additional assignment from the church that was given to me during those years was ministry in the Trivandrum Central Jail, Pujapura Central Jail, prison ministry. Subbing that assignment. So I go to the prison once every month. I think it was on the second Sunday of every month. I could take another 5 people with me. I had the permission from the government, which was obtained by my church. I could take other 5 people with me. So I always used to take youths of the various parishes in this Trivandrum city. They had allotted me 2 hours. So presently, one time to money. What a chapel! Chapel. So 80 to 100 people regularly gather for my meeting or my worship. I have these youngsters with me who play guitar, they sing songs. ഞാൻ സാധാരണയോട് കുർബാന എടുക്കാറില്ല. once in a while കുർബാന എടുക്കത്തുള്ളൂ. What I usually do was,
I get these youngsters to sing songs. I get all the prisoners to sit. I sit with them on the floor. We sing together. We read the Bible together. We pray. And I give a short message. So we spend about an hour like that. ഒരു മണിക്കൂർ ഇങ്ങനെ പാട്ട് പാടി ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചു. Then I got ഒരു മണിക്കൂർ എടുക്കുന്നുണ്ടല്ലോ. We spent talking with the prisoners. I have given strict instruction to the people who come with me not to ask them what brought them to the prison. Actually, can party. So, നമ്മുടെ ഒരു ഇൻക്വിസിറ്റീവ്നെസ്, നമ്മുടെ ക്യൂരിയോസിറ്റി ഒക്കെ നമ്മൾ എന്തോ ചെയ്തു, എങ്ങനെയായിരുന്നു, what did you do? Don't ask those questions. They tell the story, share the stories, listen to them. So sometimes they share their stories. See, one thing, one lesson I learned was, but the large majority of them are calculated criminals. Calculated crime. It just happened. On the spur of a moment, they did something. So there was a young man who was very regular in my gathering. I have a murder. That was his crime. And he has been life imprisonment, sentenced for I think 14 years. Life imprisonment is 14 years. He has been there for about 2 years by the time when I went there and I met him. And also thought I did. He got very friendly with me. So he shares his stories with me. And he told me, I have another and a sister husband. Sister husband. And this man was in his late 20s, 27, 28 or so. So maybe he did it when he was 25 or 26. He was married and he had 2 small boys. Jail parole. What is parole? The parole is parole. Jail is 2 weeks, special permission. See, those who got some influences in the government, the authorities, they get this parole very, very easily, very frequently. And this poor man had no such contacts at the Highlands. And one Sunday when I went there, I said, parole കിട്ടി, ഞാൻ വീട്ടിൽ പോവാം, അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായ സന്തോഷം, ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, നീ വീട്ടിൽ പോകുമ്പോൾ നീ പോയി നിന്റെ അപ്പനെ മീറ്റ് പാരൻസ്. ശരി അച്ഛാ, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. So he went. My visit comes only after 1 month. So meanwhile he had finished his parole, he had come back. So when I went there the next time, on his next visit, after the usual prayers and all that, he came to me. He was very happy. He came with a broad smile. And he shared his experience, and I asked him, did you do what I asked you to do? നീ ചെയ്തോ? ഇപ്പൊ എന്റെ അപ്പനെ അമ്മയുണ്ടോ? പറഞ്ഞു, എന്റെ അപ്പനെ കൊണ്ടാണ് മാത്രമല്ല, എന്റെ പെങ്ങളെയും കണ്ടു. ആരപ്പങ്ങളും അവൻ കൊന്ന അവന്റെ ഭാര്യയാണ്. സ്വന്തം പെങ്ങളാണ്, പക്ഷെ സ്വന്തം മകളുടെ ഭർത്താവിനെയാണ് പോകുന്നത്. He has killed his own sister's husband. And he said, I met my sister too. And I had lunch with her, I had a meal with her. Oh, that is something which I never expected. I don't want to say I was shocked. I was taken aback. I asked
asked him, how could you do this? എങ്ങനെ നിനക്കത് സാധിച്ചത്? How could you do it? How was it possible? അവനോട് പറഞ്ഞ മഴ എന്താണെന്നറിയാം. അവൻ്റെ 2 കൈകൾക്കുള്ളിൽ എൻ്റെ കൈയെടുത്ത് അവനിങ്ങനെ പിടിച്ചു. എൻ്റെ കണ്ണിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, അച്ഛാ, യേശു ക്രിസ്തു ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ അച്ഛാ സാധിക്കാത്തത്? യേശു ക്രിസ്തു ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ അച്ഛാ സാധിക്കാത്തതെന്നാണ് അവനോട് ചോദിച്ചത്. ഞാൻ പറയും, അവന്റെ കാലെ തൊട്ട് വണങ്ങണമെന്ന് എനിക്ക് തോന്നി. ഞാൻ ചെയ്ത യു ബി എംബാരസ്ഡ്. അതിൽ എംബാരസ്മെന്റ് അതുകൊണ്ട് ഞാനത് ചെയ്തില്ല. പക്ഷെ മനസ്സോട് ഞാൻ അവനെ വണങ്ങി. ഇത്രയും വലിയൊരു മനുഷ്യൻ കൊലപ്പുള്ളിയാണെന്ന് പറഞ്ഞ് നമ്മൾ ജയിലിട്ടിരിക്കുകയാണ്. ലൈഫ് ഇംപ്രസൺമെന്റ്. അവൻ എന്നെ പഠിപ്പിച്ച പാഠമാണ് പൗലോസ് എന്ന് വായിച്ചതായിട്ടുള്ള വാക്യം. പൗലോസ് എന്താ പറഞ്ഞേ? ഒരുവൻ ക്രിസ്തുവിലായാൽ anyone in Christ is a new creation. ഇവനും ക്രിസ്ത്യൻ മതവിശ്വാസിയല്ല. ഇവസാണ് ക്രിസ്ത്യൻ അല്ല. അവൻ എന്നോട് പറയുകയാണ്, യേശു ക്രിസ്തു ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ അച്ഛൻ സാധിക്കാത്ത. അപ്പൊ യേശുവിനെ പോലെ ആകാൻ സാധിക്കുമെന്ന് എന്നെ പഠിപ്പിച്ച വലിയ വലിയ പുണ്യവന്മാരെയും പുണ്യവതികളെയും കുറിച്ചുള്ള കഥകളല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. I deliberately stay away from such stories because ഞാൻ മദർ തെരേസയുടെ കഥ പറഞ്ഞാൽ, ഏബ്രഹാം ലിങ്കന്റെ കഥ പറഞ്ഞാൽ, മഹാത്മാഗാന്ധിയുടെ കഥ പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ പറയുമോ അതൊക്കെ അവരെ കൊണ്ടൊക്കെ പറ്റുവെച്ചാൽ നമ്മളൊക്കെ സാധാരണ മനുഷ്യരില്ല, നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല, ഇത് നമ്മൾ ഈസിലി റൈറ്റ് ഓഫ്. അതൊക്കെ മഹാത്മാഗാന്ധിയെ കൊണ്ട് പറ്റും, ഏബ്രഹാം ലിങ്കനെ കൊണ്ട് പറ്റും, മദർ തെരേസനെ കൊണ്ട് നമ്മളൊക്കെ. So I deliberately avoid the stories of such great people. They are really great, no doubt. But I want to share stories of the very ordinary, common people, much ordinary, more than us. നമ്മളെക്കാളും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കഥകളാണ് ഞാൻ പറയുന്നത്. And they prove to us, they prove to me that it is possible to be like Jesus. Trivandrum Central Prison, ലൈഫ് പ്രസിഡന്റിൽ കിടക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നോട് പറയുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായാൽ പിന്നെ എന്തോ അച്ഛൻ സാധിക്കാത്തത്. So I make the statement, to be like Jesus is not a pious wish. On the ground of these lessons that I learned from such ordinary people. യേശുവിനെ പോലെ ആകുക എന്ന് പറയുന്നത് വെറൊരു ആഗ്രഹം മാത്രമല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നതിന്റെ അടിസ്ഥാനം ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ ഇതിന്റെയും ഒരു കൺക്ലൂഷനാണ് നാളെ അവിടെ ആരാധന ചേർന്ന് I will share some more stories tomorrow. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രി ഒരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ടാവും, ഒരു ചലഞ്ച്. യേശുവിനെ പോലെ ആകുന്നതിന് എന്റെ ഉള്ളിലുള്ള തടസ്സം എന്താണ്? See, when you have people standing in flesh and bones in front of you, proving that this is possible, what is it that which prevents me from attempting that? What is it that which blocks me walking the path they trod? അവർ നടന്നായിട്ടുള്ള വഴികളിലൂടെ നടക്കാനായിട്ട് എനിക്ക് തടസ്സമായി നിൽക്കുന്നത് എന്താ? യേശുക്രിസ്തു സ്നേഹത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ക്ഷമയെ കുറിച്ച് പറഞ്ഞല്ലോ, ഇതെല്ലാം തെളിയിച്ച് ആളുകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പൊ ഇനിയും നമുക്ക് നമ്മുടെ ഉള്ളിൽ ചോദ്യമുണ്ടോ? Is it possible? Is it possible to become like Jesus? Billy Graham has a beautiful statement. He said once, what kept Jesus on the cross was not the nails but his love. What kept Jesus on the cross was not the nails but his love. ആ സ്നേഹം അവൻ ക്രൂശിൽ പ്രകടിപ്പിച്ചു. എന്താ പറഞ്ഞു? ഇത് ഉണ്ടാകണം. അത് സാധിപ്പിച്ച ഒത്തിരി ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ നിർത്തി. എന്നിട്ട് രാത്രിയാണ് ചൊല്ലുന്നത്, do you still think that this is not possible?
So the only question that we may have to ask this evening ourselves is this: is there anything which tells me still that this is not possible? ഉണ്ടോ അങ്ങനെ? ഉണ്ടെങ്കിൽ we need to resolve it. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി. ആ പുതിയ പാതകളിലേക്ക് പ്രവേശിച്ച് നടക്കാനായിട്ട് നടന്നു പോകാനായിട്ട് സഹോദരങ്ങളെ let's tread the new paths. ആ വഴിയിലൂടെ നമ്മുടെ മുമ്പേ നടന്നവരുണ്ടല്ലോ. യേശു ക്രിസ്തു ഏറ്റവും മുമ്പേ നടന്നു. അവന്റെ പുറകെ നടന്നവരുടെ ആരും നമ്മുടെ മുമ്പിലുണ്ട്. ഇനിയും ആ വഴിയിലൂടെ നമ്മളിലൂടെ പോയാൽ മതി. But is there anything which blocks us from entering that path? അത് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്കത് മാറ്റണം. അത് റിസോൾവ് ചെയ്യണം. എന്നിട്ട് നമ്മൾ പറയണം, yes, it is right. Maybe there will be one day someone would tell me or tell us that you are the reason for me to find that way. ഞാനിന്ന് ചില ആളുകളുടെ കഥ പറഞ്ഞല്ലോ. എന്തെങ്കിലും ആരെങ്കിലും പറയുന്ന ഒരു കഥ നമ്മളെ കുറിച്ചാവുമോ? Will there be someone who says that you are the reason for that change in my life? Why? Even that is possible. അതാവട്ടെ, അത് സംഭവിക്കട്ടെ. അതുകൊണ്ട് യേശുവിനെ പോലെ നമുക്ക് ആകാൻ സാധിക്കും എന്ന് തെളിയിച്ച മനുഷ്യരുടെ കഥകൾ നമ്മുടെ ഉള്ളിൽ സജീവമായി നിൽക്കട്ടെ. Let these stories be alive in our hearts today, this night, and help us honestly believe that this is possible for us too. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗ്ഗപിതാവേ, നിന്റെ പുത്രനെ പോലെ ആവുക, മനുഷ്യനാവുക. അതാണ് ഞങ്ങളെ കുറിച്ചുള്ള നിന്റെ ഏറ്റവും വലിയ സ്വപ്നം. അത് സാധിക്കുമോ എന്ന് ഞങ്ങളിങ്ങനെ സംശയിച്ച് ചോദ്യങ്ങൾ ചോദിച്ചത് നിൽക്കുമ്പോൾ അത് സാധിച്ചവരായിട്ടുള്ള ഒത്തിരി ആളുകളെ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഞങ്ങളെക്കാളും സാധാരണമായിട്ടുള്ള ജീവിതത്തിൽ ജീവിച്ചത്. But they proved us undoubtedly that this is possible. അത് ഈ രാത്രി ചോദ്യങ്ങളില്ലാതെ, സംശയമില്ലാതെ ഒരു ക്രിസ്തുവിലായാൽ അവിടെ ഒരു പുതിയ സൃഷ്ടി സംഭവിക്കാമെന്ന് ബോധ്യത്തോടുകൂടി ആ വഴിയിലൂടെ മുമ്പോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നല്ല കാഴ്ച തരുന്ന എല്ലാവർക്കും ദൈവമേ, ഞങ്ങളും ആരുടെയെങ്കിലും ജീവിതത്തിൽ അങ്ങനെയൊക്കെ ആയിത്തീരുവാനായിട്ട് ദൈവം ഞങ്ങളെയും സഹായിക്കണം. ഞങ്ങൾ കേട്ടതായിട്ടുള്ള വചനങ്ങൾ, സത്യങ്ങൾ, ജീവിതാനുഭവങ്ങൾ, ജീവിത കഥകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ സ്പർശിക്കുന്നതായി തീരുന്നവേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.